ജീവകാരുണ്യ പഞ്ചകം എന്ന ഗുരുവിൻ്റെ പ്രബോധനാത്മക കൃതിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ചായ കാസർഗോഡ് ജില്ലയിലെ ബംഗളത്തെ കൂട്ടപ്പുന്ന എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു മഠത്തിൽ ഇന്ന് നടക്കുന്നത് ജൂലൈ 6-ാം തീയതി. ജീവകാരുണ്യ പഞ്ചകത്തിൻ്റെ ആമുഖമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ സംസാരിച്ചിരുന്നത്. സഹജീവികളോട് കാരുണ്യം കാണിക്കുകയും അവയെ ദയയില്ലാതെ കൊല്ലുന്നത് തെറ്റാണെന്ന് ഉറച്ച് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഗുരു എഴുതി തന്നിട്ടുള്ളൊരു കൃതിയാണ് ജീവകാരുണ്യ പഞ്ചകം. അതിൻ്റെ രചന 1914 എന്നും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പം ഇതൊരു അനുശാസന കൃതി എന്ന് ഡോക്ടർ ടി ഭാസ്കരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രബോധനാത്മക കൃതി എന്നും പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ കൃതിയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം കടന്നിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം കൃതിയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇതൊരു പഞ്ചകമാണ്. പഞ്ചകം എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. 5 ശ്ലോകങ്ങളായിരിക്കും അതിലുള്ളത്. ഇപ്പോൾ ഒരു ശ്ലോകം എന്ന് പറയുമ്പോൾ ഇതിൽ 4 വരിയാണ് ഉള്ളത്. അതിൽ എല്ലാവരും ആത്മസഹോദരരായിരിക്കെ ജീവികളെ കൊല്ലുന്നതും അവയെ തിന്നുന്നതും എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നുള്ള ചോദ്യമാണ് ആദ്യ ശ്ലോകത്തിൽ ഗുരു ഉന്നയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ സാമാന്യമായുള്ളൊരു അർത്ഥം, ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞിട്ട് കൃതിയിലേക്ക് കടക്കാം. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാൻ പറ്റുമെങ്കിൽ എഴുതി വയ്ക്കുക. പേനയും ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ ആത്മ സഹോദരർ എന്നൊരു വാക്കുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിട്ട് വിശദീകരിക്കാം. സ്വന്തം സഹോദരർ. പിന്നെ ഒരു വാക്ക് കൃപയറ്റ്, ദയയില്ലാതെ. മറ്റൊന്ന് ഭുജിക്കയതും, തിന്നുന്നതും. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും. തെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോലും, അല്പം പോലും. തെല്ലും കൃപയറ്റ്, ദയയില്ലാതെ, ഭുജിക്കയതും, തിന്നുന്നതും. സാമാന്യമായിട്ടുള്ള അതിൻ്റെ അർത്ഥം എല്ലാവരും ആത്മസഹോദരർ ആണെന്നല്ലേ പറയേണ്ടത്. ഇതാലോചിച്ചാൽ നാം എങ്ങനെയാണ് ജീവികളെ കാരുണ്യമില്ലാതെ കൊല്ലുന്നതും തിന്നുന്നതും. ഇതാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം. ഇനി നമ്മൾ കൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ന വാക്കോട് കൂടിയിട്ടാണ് ഈ കൃതി ആരംഭിക്കുന്നത് തന്നെ. ആരാണ് ഈ എല്ലാവരും? എല്ലാവരും ആരാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. ആത്മോപദേശ ശതകത്തിൽ ഗുരു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. അത് മനുഷ്യനെ പറ്റി മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് മനുഷ്യന് മാത്രമുള്ള ഒന്നല്ല, സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യമാണ് ആത്മാവ്. ആ ആത്മാവ് ഒരേ ഒരു പൊരുളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ, ഭൂമിയിൽ ആദിമമായൊരാത്മരൂപം.
ഒരേ ഒരു ആത്മരൂപത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മളെല്ലാം. ഒരു കുടം സുഷിരങ്ങൾ ഇട്ട് എന്ന് പറയുമ്പോൾ ഒരു കല എടുത്തിട്ട്, മൺകുടം, വലിയൊരു മൺകുടം അതെടുത്തിട്ട് അതിൽ ദ്വാരങ്ങളിടുക. ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുടം കമഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി സമയത്താണ് ഇത് ചെയ്യുന്നതെന്നിരിക്കുക. നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക? ഓരോ സുഷിരത്തിലൂടെയും വെളിച്ചം പുറത്തേക്ക് വരുന്നത് കാണും. അപ്പോൾ ഒരു വെളിച്ചമാണോ പല വെളിച്ചമാണോ വരുന്നത്? ഒരു ദീപത്തിൽ നിന്നാണ് ഈ വെളിച്ചം മുഴുവൻ വരുന്നത്. പക്ഷേ പല ദ്വാരങ്ങളായതുകൊണ്ട് നമുക്ക് തോന്നുന്നത് പല വെളിച്ചമാണെന്ന്. അപ്പോൾ അതുപോലെ ഈ കാണുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ധരിച്ചിരിക്കുന്ന സ്വർണം, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരേ ഒരു സ്വർണത്തിൽ നിന്നല്ലേ? അപ്പോൾ ഇത് പല രൂപത്തിൽ ഇങ്ങനെ മാറിയിരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. എല്ലാം സ്വർണം തന്നെയല്ലേ? അതെല്ലാം പല വെളിച്ചമായി തോന്നുന്നു. ഒരു വെളിച്ചം പോലെ തന്നെ ഒരു സ്വർണം തന്നെ ഇങ്ങനെ പലതായിട്ട് ഇരിക്കുന്നു. കടലിലെ തിര, ഒരു കടലല്ലേ ഉള്ളൂ, പല കടലില്ല, ഒരു കടലാണ് നമ്മൾ കാണുന്നത്. കടലെന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം നമ്മൾ കടലെന്ന് വിളിക്കുന്നു, കടലിനെ നമ്മൾ വെള്ളം എന്ന് വിളിക്കുന്നു. എല്ലാം ആത്യന്തികമായി വെള്ളമാണ്. വെള്ളം ഒരു ചെറിയൊരു പ്രദേശത്ത് വട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുളം എന്ന് വിളിക്കാറുണ്ട്. ചെറിയ കുറച്ചും കൂടി ഒഴുക്കുണ്ടെങ്കിൽ തോടെന്ന് വിളിക്കും. കുറച്ചും കൂടി നല്ല ഫ്ലോ ഉള്ള വലിയൊരു സ്ഥലമാണെങ്കിൽ നദിയെന്നും പുഴയെന്നൊക്കെ വിളിക്കുന്നു. പിന്നെ വലിയ സ്ഥലത്തെ നമ്മൾ കടലെന്ന് വിളിക്കുന്നു. അപ്പോൾ ആത്യന്തികമായതെല്ലാം വെള്ളം തന്നെയാണ്. പിന്നെ ഈ കടലിലുള്ളൊരു പ്രത്യേകത മറ്റെവിടെയും ഇല്ലാത്തതുപോലെ തിര കാണാൻ സാധിക്കും. അതാണ് പുഴയിൽ നിന്നൊക്കെ കടൽ വ്യത്യസ്തമായിരിക്കുന്നത്. തിര വേറൊരു വസ്തുവല്ല, വെള്ളം തന്നെയാണ്, അല്ലേ? അതിൽ സംശയമില്ലല്ലോ. വെള്ളം തന്നെയാണ്. കാറ്റടിക്കുമ്പോൾ വെള്ളം ഉയരുന്നു, അതാണ് തിര. അത് കഴിയുമ്പോൾ തിര താഴേക്ക് പോകുന്നു. അപ്പോൾ തിരക്ക് ശരിക്കും ജനനവും ജീവിതവും മരണവും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അത് നമ്മുടെ അനുഭവമാണ്, നമുക്ക് കാണുന്നു. കാറ്റടിക്കുമ്പോൾ ഉയരുന്നു, അത് ജനനം. അതിങ്ങനെ ഉരുണ്ടൊക്കെ കളിക്കുന്നു, അത് ജീവിതം. താഴേക്ക് പോകുന്നു, അത് മരണം. ഇതൊരു തോന്നലാണ്. ആ തിരയെ നമ്മൾ തിരയായിട്ട് സങ്കല്പിച്ചാൽ തിരയ്ക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷെ തിര യഥാർത്ഥത്തിൽ തിരയാണോ? ആത്യന്തികമായ തിര എന്താണ്? വെള്ളമാണ്. അപ്പോൾ വെള്ളമാണെന്ന് നോക്കി കഴിഞ്ഞാൽ വെള്ളത്തിന് ജനനമുണ്ടോ? അവിടെ വെള്ളത്തിന് ജീവിതമുണ്ടോ? വെള്ളത്തിന് മരണമുണ്ടോ? വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലേ? അപ്പം ഇത് മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. മനുഷ്യനെ ആത്മാവായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ജനനവും ജീവിതവും മരണമൊന്നുമില്ല, ഇല്ലല്ലോ. പക്ഷേ നമ്മൾ ശരീരമായിട്ട് സങ്കല്പിച്ചാലോ, നമ്മൾ ജനിച്ചിട്ടുണ്ട്, നമുക്ക് ജീവിതമുണ്ട്, നമുക്ക് മരണവുമുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം, നമ്മളെ നമ്മൾ ആത്മാവായി സങ്കല്പിക്കണമോ അതോ ശരീരമായിട്ട് സങ്കല്പിക്കണമോ? അതുപോലെ തിരയുടെ കാര്യത്തിലും കടലിനെ കടലായി കാണണമോ, തിരയെ തിരയായിട്ട് കാണണമോ, ഇതൊക്കെ വെള്ളമായിട്ട് കാണണം? ഇതൊക്കെ വെള്ളമാണെന്ന് സങ്കല്പിച്ചാൽ ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആത്യന്തികമായി നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ആത്മാവാണ്. അതാണ് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗതിപ്രാർത്ഥനയിൽ പറയുന്നത്. അതിന് ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആത്യന്തികമായി നമ്മളെ ഇതൊന്നും തീണ്ടുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ലക്ഷങ്ങൾ മുടക്കിയുള്ള മരണാനന്തര ക്രിയകളുണ്ട്, അതൊക്കെ വ്യർത്ഥമാണെന്ന് വ്യക്തമാണ്. കാരണം ജനനവും മരണവും ഒന്നും ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഏത് നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാലും ദോഷമാണ്, കുറേ പൈസ പോക്കാണ്. പക്ഷെ ഗുരു പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം കുറച്ച് ദിവസം പ്രാർത്ഥിക്കുക, 10 ദിവസം പ്രാർത്ഥിക്കുക, അത് മതി. അത് ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല, മരിച്ച ആളുടെ കുടുംബത്തിൻ്റെ ഒരു ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നമ്മളൊരു ആശ്വാസം കൊടുക്കുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആത്മസഹോദരർ എന്നുള്ളൊരു വാക്ക് ഇവിടെയുണ്ട്. ആത്മോപദേശ ശതകത്തിൽ
അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആത്മ സഹോദരർ എന്നൊരു വാക്കുണ്ട്, എല്ലാവരും എന്നൊരു വാക്കുണ്ട്. അവിടെ എല്ലാവരും എന്നുപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും ഗുരുവിൻ്റെ വൊക്കാബുലറിയിൽ ഗുരുവിൻ്റെ ഒരു വാക്കെന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വാക്കാണ്. അത് നമ്മൾ പ്രത്യേകം എഴുതി വയ്ക്കേണ്ടതാണ്. ഗുരു ഓരോ വാക്കുകളും ഉപയോഗിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ്, ചേർത്ത് വയ്ക്കുന്നതാണ്, ഇങ്ങനെ മാറ്റി നിർത്തുന്ന തരത്തിലല്ല. ഇപ്പോൾ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും, അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, സർവരും. അപ്പോൾ അവിടെ സർവരും എന്ന് ഉപയോഗിക്കുമ്പോൾ അതിലെല്ലാവരും ആയിക്കഴിഞ്ഞു. സർവരും എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യർ മാത്രമല്ല, അവിടെ ജീവജാലങ്ങളെല്ലാം ആ സർവരും എന്ന വാക്കുകൊണ്ട് ഗുരു ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും എന്നാണ്. നമ്മൾ ഇങ്ങനെയല്ല പലയിടത്തും കാണുന്നത്. ഇപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അവിടെ അപ്പോൾ ഹിന്ദുക്കളല്ലാത്തവർ, അവിടെ ഒരു അദറിനെ സൃഷ്ടിക്കുകയാണ്, നമ്മളല്ലാത്തവർ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വെറുപ്പൊക്കെ ഉണ്ടാകുന്നത് അല്ലേ, നമ്മളല്ലാത്തവർ. ഇവിടെ ആണെങ്കിൽ ഇതിൽപ്പെടാത്തവർ, നമ്മുടെ നാട്ടുകാരല്ലാത്തവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോഴും പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും വരുത്തനാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഉള്ളവർ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണെന്നാണ്. പുറത്തുനിന്ന് വന്നവർ, അങ്ങനെ ആരാണ് ഈ പുറത്തുനിന്ന് വന്നവർ? അങ്ങനെ ഒരാളില്ല പുറത്തുനിന്ന് വന്നവർ എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ ഗുരു എല്ലാവരും ആത്മസഹോദരർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത്തരം ഒരു ഇടുങ്ങിയ ചിന്താഗതികളുണ്ട്, അതിനൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗുരു നൽകുന്നത് വലിയൊരു വിദ്യാഭ്യാസമാണ്. നമ്മളെങ്ങനെ ചിന്തിക്കണം, എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മനുഷ്യരെന്നോ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നവർ ഒന്നും അല്ലല്ലോ, എല്ലാവരും. അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, എന്തെങ്കിലും ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒന്നും ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, അതിൽ സകല ജീവജാലങ്ങളും അവർ ഒറ്റ വാക്കിൽ വന്നിട്ടുണ്ട്. അടുത്ത വാക്ക് ആത്മസഹോദരർ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഈ സഹോദരർ? നമ്മൾ സഹോദരി എന്ന് പറയാറുണ്ട്, അത് സ്ത്രീലിംഗമാണ്. സഹോദരൻ എന്ന് പറയാറുണ്ട്, അത് പുല്ലിംഗമാണ്. സഹോദരർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലിംഗ ബഹുവചനമാണ്, അതിന് ലിംഗമില്ല. അലിംഗം എന്ന് പറയുമ്പോൾ ലിംഗം ഇല്ലാത്തത്. ചില വാക്കില്ല, മനുഷ്യർ. മനുഷ്യർ എന്ന് പറഞ്ഞത് ഒരു അലിംഗ ബഹുവചനമാണ്, മനുഷ്യർ. അതിൽ ബഹുവചനം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ളതാണ്, ലിംഗമില്ലാത്തതാണ്, അലിംഗ ബഹുവചനമാണ്. അപ്പോൾ മനുഷ്യർ എന്ന അലിംഗ ബഹുവചനം പോലെ സഹോദരർ, ആത്മസഹോദരർ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആത്മസഹോദരർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സഹോദരർ എന്ന വാക്കിൻ്റെ അർത്ഥം സഹ ഉദരർ, ഒരുമിച്ച് ഒരു വയറ്റിൽ ജനിച്ചവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആത്മസഹോദരർ എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം സഹോദരർ എന്നുള്ളൊരു അർത്ഥമുണ്ട്, പിന്നെ ആത്മശബ്ദത്തിന് ആത്മാവ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇതൊക്കെ ഉപരിയായിട്ട് ഭൂമിയെ ഒരു ഗർഭപാത്രമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ഭൂമിയിൽ ജനിച്ച ജീവജാലങ്ങളെല്ലാം ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളെ പോലെയാണ്. ഭൂമിയെ നമ്മൾ പൊതുവെ ഒരു മാതൃസങ്കല്പത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട് ഉണ്ടല്ലോ, ഭൂമി മാതാവ് എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഈ ഭൂമി മാതാവിനപ്പോൾ ഒരു ഗർഭപാത്രം കാണും. അപ്പോൾ ആ ഗർഭപാത്രമാണ് നമ്മൾ കാണുന്ന ഈ ലോകം. അവിടെ ജനിക്കുന്ന ഓരോ ജീവജാലങ്ങളും അപ്പോൾ ആരായി? സഹോദരങ്ങളാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളാണ് ഇപ്പം ഈ കാണുന്ന എല്ലാം. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സഹജീവികൾ എന്നൊക്കെ പറയാറില്ലേ. സഹജീവികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരാണ്. ഇവർ വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല, നമുക്കുള്ള അതേ അവകാശം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്നൊരു പുസ്തകം തന്നെ എഴുതിയത്. ഭൂമിയുടെ അവകാശികളാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുഴയും മഴയും ഈ
ലോകത്തുള്ള സകല ജീവജാലങ്ങൾ. അപ്പോൾ എന്തിനെ നമ്മൾ കൊന്നൊടുക്കുന്നു? നമുക്ക് ഒരു ത്രെറ്റായിട്ട് ഏതെങ്കിലും ഒരു ജീവി വന്നു കഴിഞ്ഞാൽ, മനുഷ്യനെ ഒരു ജീവി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അതിനെ കൊന്നു കളയണം, തെരുവ് നായ്ക്കളെല്ലാം കൊന്നു കളയണം, അങ്ങനെയൊക്കെ വെടിവെച്ച് കളയണം, പുലിനെ ആണെങ്കിലും വെടിവെച്ച് കളയണം. അവസാനം മനുഷ്യൻ മാത്രം ഉണ്ടായാൽ മതി. അങ്ങനെ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. നമ്മൾ ഈ ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ, അതിനെ ഭക്ഷ്യശൃംഖല എന്ന് പറയില്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വന്ന് ഏറ്റവും അവസാനത്തിലൊക്കെ നിൽക്കുന്നൊരു ജീവിയാണ്. പരിണാമപ്രകാരം ഓരോന്നും ഉണ്ടായി അവസാനം ഉണ്ടായതാണ് നമ്മൾ. അപ്പോൾ ഈ മനുഷ്യന് ഏറ്റവും അവസാനം ഉണ്ടായി, എന്നിട്ടിപ്പോൾ പറയുന്നു ബാക്കി എല്ലാത്തിനെയും കൊന്നു കളയണം, നമ്മൾ മാത്രം മതി. അതിലെന്ത് യുക്തിയാണുള്ളത്? യഥാർത്ഥത്തിൽ നമ്മുടെ ചുമതല എന്താണ്? നമുക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള, അതൊക്കെ നമ്മുടെ പൂർവികരാണ്. നമ്മളെക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ വസിച്ചതിൻ്റെ കണക്ക് പറയാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതലയും നമുക്കുള്ളതാണ്. നമ്മുടെ ഡ്യൂട്ടിയാണത്. കാരണം നമുക്ക് മറ്റ് ജീവികളെപ്പോലെ ഓടാനുള്ള കഴിവില്ല, അവയെപ്പോലെ മരം കയറാനുള്ള കഴിവില്ല, പറക്കാനുള്ള കഴിവില്ല. ശരിക്കും മനുഷ്യനൊരു ദുർബല ജീവിയാണ്. പക്ഷേ മനുഷ്യന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ചീറ്റയെ പോലും നമുക്ക് ഒരു വണ്ടിയിൽ സഞ്ചരിച്ച് തോൽപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്ലെയിനിൽ സഞ്ചരിക്കാൻ പറ്റും, ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റും. ഇതൊന്നുമില്ലെങ്കിലും മനുഷ്യനെ പറക്കാനുള്ള മറ്റൊരുപാട് സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. നമ്മൾ ഈ സ്കൈ ഡൈവിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒരു ജീവിക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അത്രയും ഉയരത്തിലൊക്കെ പോയിട്ട് എടുത്ത് ചാടി ഇങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മനുഷ്യനെ സാധിക്കുന്നതാണ്. അതുപോലെ ഭൂമിയുടെ അടിയിലേക്ക് പോകാനുള്ള സംവിധാനം നമുക്ക് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ളത്, മനുഷ്യന് മുകളിലേക്ക് പറക്കാം, താഴത്തേക്ക് വെള്ളത്തിൽ ഊളിയിട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവികളുടെയും നിയന്ത്രണം ഇപ്പോൾ മനുഷ്യൻ്റെ കൈകളിലാണ്. നമ്മൾ വിചാരിച്ചാൽ ഈ ജീവികളെ മുഴുവൻ കൊന്നൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ആ കരുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സ്പൈഡർമാൻ സിനിമയുണ്ട്. സ്പൈഡർമാൻ സിനിമയിലൊരു ഡയലോഗുണ്ട്, വിത്ത് ഗ്രേറ്റ് പവേഴ്സ് ഗീവ്സ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് കൂടുതൽ ശക്തി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ഉത്തരവാദിത്വം വരുന്നു എന്നാണ്. സാധാരണ കൂടുതൽ ശക്തി വരുമ്പോൾ ദുഷ്ടന്മാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം, മറ്റുള്ളവരെ കൊല്ലാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിനായിട്ട് അതൊക്കെ ഉപയോഗിക്കും, സൂപ്പർ പവറുകൾ. പക്ഷെ മനുഷ്യനൊരു സൂപ്പർ പവറുണ്ട്, അത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അല്ലെങ്കിൽ ഇത്രയും ശക്തിയും മനുഷ്യന് കൈവരുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ജീവജാലങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മനുഷ്യൻ ഇപ്പോൾ ഈ ബുദ്ധിയൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഒരു സാധനം വന്ന് കിടക്കുന്നുണ്ട്, ട്രോളൊക്കെ വന്നു തുടങ്ങി. ഒരു ഫൈറ്റർ ജെറ്റാണ്. അപ്പോൾ ആത്യന്തികമായി അതിൻ്റെ ഉപയോഗം എന്താണ്? യുദ്ധവിമാനം. യുദ്ധത്തിൽ പങ്കെടുക്കുക. എന്തിനാ ഇപ്പോൾ യുദ്ധം? യുദ്ധത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുക എന്നുള്ളതാണ്. അത് വളരെ കോടിക്കണക്കിന് വിലയുള്ള ഒരു ജെറ്റ് വിമാനമാണ് അവിടെ കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ ബുദ്ധി വെച്ചിട്ട് ഈ കണ്ടുപിടിക്കുന്നത് പുതിയ ഉപകരണങ്ങൾ, ഈ ന്യൂക്ലിയർ ബോംബൊക്കെ കണ്ടുപിടിച്ച എന്തിനാണ്? മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ കൊണ്ടുപോയിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള ശേഷി അതിനുണ്ട്. അപ്പോൾ അതാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യൻ പിന്നീട് കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ. അത് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ E=mc² എന്നുള്ള ഒരു സിദ്ധാന്തമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പൺഹൈമറാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ബോംബൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്ക് വരുന്നുണ്ട്, ഐൻസ്റ്റീൻ്റെ അടുക്ക്. ഐൻസ്റ്റീൻ്റെ അടുക്ക് വന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഐൻസ്റ്റൈൻ എഴുതി കൊടുക്കുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് മൈൻ, ഇതെൻ്റെ അല്ല. ഇക്വേഷൻ എൻ്റെയാണ്, പക്ഷേ ഈ ബോംബ് എൻ്റെ അല്ല. കാരണം ഇത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോംബ് കണ്ടുപിടിക്കുന്നു, ബോംബ്
കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. കൈ ബോംബുകൾ ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി അതിൻ്റേതായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, വാളുണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആത്യന്തികമായി ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, കൊല്ലുക എന്നുള്ളത്. ഇപ്പോൾ കോഴീനെയൊക്കെ കൊല്ലാൻ പല ഉപകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ ജീവികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയും വലിയ ഉപകരണങ്ങളുണ്ട്. അവയെ കൊല്ലുന്നു, ഇങ്ങനെ അതിൻ്റെ മാംസം നുറുക്കി വരുന്നു. അപ്പോൾ ഇതൊക്കെ ആത്യന്തികമായിട്ട് കൊല്ലുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യനെ കൊല്ലാത്തത് നിയമത്തെ പേടിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ എത്രയോ കൊലപാതകങ്ങൾ നിത്യേന നടക്കേണ്ടതാണ്. അപ്പോൾ ജീവജാലങ്ങളെ കൊല്ലുക, അത് പലതിൻ്റെയും പേരിൽ കൊല്ലുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ആലോചിക്കേണ്ടത് ഗുരുവിൻ്റെ ആദ്യത്തെ വരിയാണ്, എല്ലാവരും ആത്മസഹോദരർ. ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം, എല്ലാവരും ആത്മസഹോദരർ. അതാണ് ആദ്യമേ ഗുരു പറയുന്നത്. ആത്മസഹോദരൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരുമിച്ച് ഒരു വയറ്റിൽ ജനിച്ച ഒരു സഹോദരനെ നമ്മൾ കൊല്ലുമോ? ഇതൊരു ചോദ്യമാണ്. ഇല്ല എന്നാണല്ലോ നമ്മുടെ ഉത്തരം. നമ്മൾ നമ്മുടെ സഹോദരനെ കൊല്ലുന്നില്ല. പിന്നെ അതിനൊരു മറുപടിയായിട്ട് വരാൻ സാധ്യതയുള്ളത്, നമ്മൾ പത്രമൊക്കെ എടുക്കുമ്പോൾ സഹോദരനെ കുത്തിക്കൊന്നു, അല്ലെങ്കിൽ സഹോദരിയെ തലക്കടിച്ചു കൊന്നു. അപ്പോൾ അത് മനുഷ്യ സഹജമായ ഗുണത്തിൻ്റെ പേരിലായിരിക്കില്ല ഇതൊന്നും നടക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തത്, വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും. ഇതിനെല്ലാം അടിസ്ഥാനം എന്താണ്? ഹിംസയാണ്. അനുകമ്പാശ്രമത്തിൽ ഗുരു പറയുന്നുണ്ട്, ഇരുൾ അൻപിനെ മാറ്റും, അല്ലലിൻ കരുവാകും, കരുവാം ഇതേതിനും. ഇരുൾ അൻപിനെ മാറ്റും. ഇരുൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ അൻപിനെ മാറ്റും, അനുകമ്പയെ മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള അനുകമ്പയെ ഈ അറിവില്ലായ്മയാണ് മാറ്റിക്കളയുന്നത്. ഇരുൾ അൻപിനെ മാറ്റും, അല്ലലിൻ കരുവാകും, ദുഃഖത്തിൻ്റെ കാരണമാകും. ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സഹോദരനെ തലക്കടിച്ച് കൊന്നു കഴിഞ്ഞാൽ ദുഃഖം ഉറപ്പായിട്ടും വരുമല്ലോ. പിന്നീട് നമ്മളാണെങ്കിലും പശ്ചാത്തപിക്കും, പിന്നീട് നമ്മുടെ കുടുംബം പശ്ചാത്തപിക്കും, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പശ്ചാത്തപിക്കും. അങ്ങനെയാണല്ലോ. നമ്മൾ ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അയാൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ഒരാളോട് മാത്രമായിരിക്കും വൈരാഗ്യമുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് എന്നെ ഉപദ്രവം ചെയ്തു, അപ്പോൾ ഞാൻ തിരിച്ചുപദ്രവിക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും കൊന്നു, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അവരുടെ ഒരാളെയും കൂടി കൊല്ലുകയാണ്. നമ്മുടെ രാഷ്ട്രീയ കൊലപാതകമൊക്കെ അങ്ങനെയല്ല നടക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തെ ഒരാളെ കൊന്നു, അപ്പോൾ അതിന് മറുപടി തിരിച്ചടി അവരുടെ ഒരാളെ കൊന്നു. പക്ഷേ ഈ കൊല്ലപ്പെടുന്നത് ഒരാൾ മാത്രമാണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മളുടെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ഇവരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് പിന്നീട് ഒരു ശ്ലോകത്തിൽ ഗുരു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ആത്മസഹോദരർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാവരും ആത്മസഹോദരൻ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഈ നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. എല്ലാവരും ആത്മസഹോദരർ, അവിടെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഗുരു പറയുന്നു, എന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം. ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കൊക്കെ നല്ല ഓർമ്മക്കുറവിൻ്റെ അസുഖം ഉണ്ടെന്ന് ഗുരുവിനറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഇതോർക്കുകിൽ നാം. നമ്മൾ ഇതോർക്കണം. ഏതോർക്കണം? എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം. അവിടെ ഗുരു പറയുന്നത് എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ആത്മസഹോദരൻ എന്ന് പറയുന്നില്ല. നമ്മൾ സഹോദരൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ, നമ്മൾ ആരുടെ വയറ്റിലാണോ ജനിച്ചത് ആ വയറ്റിൽ ആരെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ അവരെ മാത്രമാണ് സഹോദരർ എന്ന് പൊതുവെ വിളിക്കുന്നത്. പക്ഷേ
ഈ സഹോദരൻ എന്ന വാക്ക് അങ്ങനെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. മനുഷ്യനുമായിട്ട് അടുപ്പം ഉണ്ടാക്കുന്നൊരു വാക്കാണ്. മനുഷ്യർക്കിടയിൽ വലിയ അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ, ആ പേര് വന്നാൽ സഹോദരൻ പത്രം ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പരസ്പരം സഹോദര എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ കോമ്രേഡ് എന്ന് വിളിക്കാറില്ല, സഖാവ് എന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ ഒരു അർത്ഥത്തിലാണ്, നമുക്കൊരു അടുപ്പം ഉണ്ടാകാൻ വേണ്ടി. എത്ര വലിയ ആളെ പോലും സഖാവ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപും ഈ സഹോദരൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനൊക്കെയാണ് ആ വാക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം ആ പേരിൻ്റെ കൂടെ തന്നെ ആ വാക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സഹോദരർ. ഈ സഹോദരരെ നമ്മൾ കൊല്ലുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ സഹോദരനെ നമ്മൾ കൊല്ലുമോ? ഇല്ല എന്നാണ് പൊതുവെയുള്ള ഉത്തരം. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആത്മസഹോദരൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതപ്പോൾ എല്ലാ ജീവികൾക്കും അത് ബാധകമാകേണ്ടതാണല്ലോ. ഗുരു വന്നിട്ട് ചോദിക്കുകയാണ്, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ, തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. എല്ലാവരും ആത്മസഹോദരർ എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് ജീവികളെ കൊല്ലാൻ സാധിക്കുന്നത്? കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന് മാത്രമല്ല, ഒരു കൃപയില്ലാതെ കൊല്ലുന്നു എന്ന് മാത്രമല്ല, തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. നിങ്ങൾക്ക് യാതൊരു ദയയില്ലാതെ ജീവികളെ കൊല്ലാൻ സാധിക്കുന്നു, യാതൊരു കൃപയുമില്ലാതെ. തെല്ലും കൃപയറ്റ്, തെല്ലും കൃപയറ്റ് എന്ന് പറയുമ്പോൾ ഒരല്പം പോലും കൃപ ഇല്ലാതെ, കുറച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, കൃപ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കൊന്നതിനെയൊക്കെ തിന്നാനും സാധിക്കുന്നത്? അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ മനുഷ്യരാണോ? മനുഷ്യരാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണെന്ന് അനുകമ്പാശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ മനുഷ്യനാക്കുന്ന ഘടകം ഒരു മരുഭൂമിയിലെ കായ്ക്കാത്ത പൂക്കാത്ത ഒരു മരം പോലെയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു ജീവിയെ കൊല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. അതല്ല എങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സിരയും മുടിയും ഇതെല്ലാമുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ്. അനുകമ്പാശയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുന്നൊരുടമ്പുദാനവൻ. നമ്മുടെ ഉള്ളിൽ അനുകമ്പയില്ല എങ്കിൽ നമ്മൾ ആരാണെന്നാണ് പറയുന്നത്. അരുളില്ല എങ്കിൽ അസ്ഥി തോൽ സിര നാറുന്നൊരുടമ്പ്, നാറുന്ന ശരീരം. നാറും നളികയിലേറി എന്ന് ആത്മോപദേശത്തിലും ഗുരു പറയുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പൊന്നുപോലെ കൊണ്ടു കിടക്കുന്ന ഈ ശരീരം യഥാർത്ഥത്തിൽ എന്താണ്, മുടിയുണ്ട്, അഴുക്കുകളുണ്ട്, നമുക്ക് തന്നെ നാറും, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. പക്ഷേ ഈ നാറുന്ന ശരീരത്തെ, ഇങ്ങനെയുള്ള ഈ ശരീരത്തെ കുറച്ചെങ്കിലും മഹത്വമുള്ളതാക്കുന്നത് ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന അനുകമ്പ കൊണ്ടാണ്. ഇപ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആത്യന്തികമായ ഗുണം അനുകമ്പയാണ്. ഇതാണ് ഗുരു അനുകമ്പാദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ജീവകാരുണ്യ പഞ്ചകത്തിലും പറയുന്നത്, എല്ലാവരും ആത്മസഹോദരർ. അപ്പോൾ അവിടെ അനുകമ്പാദശകം തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിനിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അവിടെ അപ്പോൾ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന ഏറ്റവും സൂക്ഷ്മമായൊരു ജീവിയാണ് ഉറുമ്പ്. ഒരു ഉറുമ്പിന് പോലും ഒരു പീഡ,
ഉറുമ്പിനെ കൊല്ലരുതെന്നല്ല പറഞ്ഞിരിക്കണേ, അതിനെ ഒന്ന് നോവിക്കാൻ പോലും പാടില്ല. അപ്പം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ഉറുമ്പിൻ്റെ ഒരു തലത്തിലേക്ക് വരെ നമ്മുടെ ഹൃദയം ഇറങ്ങി വരണമെങ്കിൽ നമ്മുടെ ഹൃദയം എത്രത്തോളം ഉയരണം. ഒരുപാട് ഉയർന്നാലാണ് നമുക്ക് ഒരുപാട് താഴാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ജീവിയെ കാണുമ്പോഴും ഉറുമ്പിന് അച്ഛനുണ്ടോ, ഉറുമ്പിന് അമ്മയുണ്ടോ, ഉറുമ്പിന് മക്കളുണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ആടിനെയൊക്കെ വളർത്തുമ്പോൾ ഈ ആട്ടും കുഞ്ഞ് അതിൻ്റെ അമ്മയെടുക്ക് പാൽ കുടിക്കാൻ പോയില്ലേ, അമ്മയെ കണ്ടില്ലെങ്കിൽ കരയില്ലേ. പക്ഷെ നമ്മൾ ഈ ആടിനെ വെട്ടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് എല്ലാവരും ആത്മസഹോദരർ. അപ്പം ചിലയിടത്ത് നമുക്ക് മറവിയുണ്ട്, നമ്മുടെ ഒരു കുഴപ്പമാണ്. ചിലയിടത്ത് നമ്മൾ മറന്നു പോകും. നമ്മൾ ഡൈനിങ് ടേബിളിൽ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടി ഉണ്ടാക്കി ഫ്രൈ ഒക്കെ ചെയ്ത് കൊണ്ട് വയ്ക്കുമ്പോഴും എല്ലാവരും ആത്മസഹോദരൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകും. ഒരു ആട്ടും കുഞ്ഞിനെ വെട്ടി സൂപ്പാക്കിയെന്ന് കരുതുക. പിറ്റേ ദിവസം മുതൽ ആ ആട്ടും കുഞ്ഞിനെ കണ്ടില്ല എങ്കിൽ അമ്മ കരയില്ലേ. നമ്മളുടെ കുഞ്ഞിനെ വേറൊരാൾ ഇതുപോലെ വെട്ടി സൂപ്പാക്കി കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, നാളെ നമുക്ക് ചൂടാക്കി കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ചേക്കുമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? നമ്മളുടെ കുഞ്ഞ് എത്രത്തോളം നമുക്ക് പ്രധാനമാണോ അതുപോലെ തന്നെയായിരിക്കും ഓരോ ജീവികൾക്കും. ആ ജീവി ഇതുപോലെ തന്നെ നമ്മൾ ഈ 9 മാസവും 10 മാസമൊക്കെ ചുവന്നതിൻ്റെ കണക്ക് പറയാറുണ്ട്. ജീവികളൊന്നും ഇങ്ങനെ കണക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരും ഇതുപോലെ ചുവന്ന് പ്രസവിക്കുന്നതല്ലേ, കുട്ടി ഉണ്ടാകുന്നു. നമ്മളെപ്പോലെയൊന്നും അല്ല അവർ കുഞ്ഞുങ്ങൾ നോക്കുന്നു, വളരെ സ്നേഹവാത്സല്യങ്ങൾ നൽകിയിട്ടാണ്. അവർ ഭാവിയിൽ ചിലവിന് വരുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ വയസ്സാം കാലത്ത് നോക്കുമെന്ന് കരുതിയിട്ടാണോ കുഞ്ഞുങ്ങൾ വളർത്തുന്നത്? ഒന്നുമല്ല. പക്ഷേ ആ പരിചരണം വേണ്ട കാലഘട്ടത്തിൽ അവരുടെ എല്ലാം നൽകി വളർത്തുന്നതാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ വഴിക്ക് പോകും, കുഞ്ഞുങ്ങളുടെ വഴിക്കും പോകും. അപ്പോൾ അത് നിരുപാധികമായ സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾ വളർത്തുന്നത് വയസ്സാകുമ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടും അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് കുഞ്ഞുങ്ങൾ വളർത്തുന്നത് തന്നെ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, നമ്മൾ ഓരോ ജീവിയെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ കൊല്ലുമ്പോൾ ഇതൊക്കെ ആത്മസഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഈ ജീവികൾക്കും മറ്റു ബന്ധുക്കളുണ്ട് എന്നുള്ളത് ഓർക്കുന്നില്ല. നമ്മൾ ബന്ധു പോട്ടെ, ഓക്കെ, നമുക്ക് പറയാം ഞാനെങ്ങനെയാണ് ഈ ജീവിയുടെ നാട്ടിൽ കിടക്കുന്ന പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ ബന്ധു എങ്ങനെയാണ് ഞാനാവുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ചിന്തിക്കേണ്ടത് ആ ജീവിയും വെറുതെ ഉണ്ടാവുന്നതല്ല, അത് അതിൻ്റെ ബന്ധുവിനെ കണ്ടില്ലെങ്കിൽ, അമ്മയെ കണ്ടില്ലെങ്കിൽ, സഹോദരനെ കണ്ടില്ലെങ്കിൽ കരയും. നമ്മൾ കരയുന്നത് പോലെ തന്നെ. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് എല്ലാവരും ആത്മസഹോദരർ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ടോ? എല്ലാവരും ആത്മസഹോദരനാണെന്ന് അത് നമ്മളെപ്പോഴും ഓർക്കാറില്ല. അതുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്, എല്ലാവരും ആത്മസഹോദരർ. പിന്നെ അനുകമ്പാശ്വതി പറഞ്ഞ പോലെ ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ. ഇതിലും വലിയൊരു പ്രാർത്ഥന വേറെയില്ല. നമ്മൾ ഏതെല്ലാം പ്രാർത്ഥനകൾ എടുത്ത് പ്രാർത്ഥിച്ചാലും ഇതിലും വലിയൊരു പ്രാർത്ഥനയില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു സങ്കല്പം, ദൈവസങ്കല്പം എന്താണെന്ന് ഇതിൽ വ്യക്തമാണ്. ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഒരു പീഡ ഒരു ഉറുമ്പിന് പോലും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എല്ലായ്പ്പോഴും. അവിടെയും ഗുരു ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. സദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനറിയാം കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നുപോകും, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഓർക്കുന്നവരാണ്. അപ്പോഴാണ് പറയുന്നത് സദാ. ചിലയിടത്തൊക്കെ ഗുരു ഉപയോഗിക്കുന്നുണ്ട് നക്തം ദിവം, രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. സദാ കരുണാകര, എല്ലായ്പ്പോഴും. കരുണാകര എന്ന് പറഞ്ഞാൽ കരുണയുടെ ഇരിപ്പിടമായിട്ടുള്ളവനെ. ദൈവത്തെ ഗുരു പരിഭാഷപ്പെടുത്തുന്നത് ഇത്തരം സങ്കല്പങ്ങളിലേക്കാണ്.
ഗുരുവിൻ്റെ ഓരോ കൃതികൾ നോക്കിയാലും അനുകമ്പയും കൃപയും കരുണയും ഒക്കെയായി ബന്ധപ്പെട്ട വാക്കുകൾ കാണാൻ സാധിക്കും. ഇതിൽ അനുകമ്പാദശകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കരുണാകര എന്ന വാക്കാണെങ്കിൽ ദൈവദശകത്തിലേക്ക് വരുമ്പോൾ ദയാസിന്ധു എന്ന വാക്കാണ്. ദയാസിന്ധു എന്ന വാക്ക് ദീനാവനപരായണൻ, ഇതൊക്കെ ദൈവത്തിന് ഗുരു നൽകുന്ന വിശേഷണങ്ങളാണ്. അപ്പോൾ ദൈവം എന്നത് അനുകമ്പയിൽ നിന്നും വേറിട്ട ഒരു സങ്കല്പമല്ല, അനുകമ്പയാണ് ദൈവം. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ശാരദാദേവിയുടെ ചിത്രം ഇരിക്കുന്നത്. ശാരദാദേവിയുടെ ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇരിക്കുന്നത്. അപ്പുറത്തൊരു കിളി ഇരിക്കുന്നുണ്ട്, അതിന് താഴെ ചിന്മുദ്രയുണ്ട്, അപ്പുറത്ത് ജലമുണ്ട്, കലശക്കുടം, അതിന് താഴെയായിട്ട് പുസ്തകമുണ്ട്. വാളുണ്ടോ? ഗദയുണ്ടോ? കയറുണ്ടോ? കത്രിയുണ്ടോ? ശൂലമുണ്ടോ? കൊല്ലാനുള്ള ചക്രമുണ്ടോ? ഒന്നുമില്ലല്ലേ? ശ്രദ്ധിച്ചറിയാം. അപ്പം അതായത് ശാരദാദേവിയുടെ സങ്കല്പം ആരെയെങ്കിലും കൊല്ലുക എന്നുള്ളതല്ല. മറ്റു പല ദൈവങ്ങളെ കൊന്ന് ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കൊല്ലുക, ധർമ്മം സ്ഥാപിക്കുക, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ടാണ് പല ദൈവങ്ങളും ഉണ്ടാകുന്നത് തന്നെ. പക്ഷെ ഗുരുവിൻ്റെ സങ്കല്പം നോക്കൂ, ഇവിടെ ഒന്നുമില്ല. അതെല്ലാം അറിവിൻ്റെ ചിഹ്നങ്ങളാണ്. അത് നമുക്ക് പിന്നീട് ശാരദാ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ദൈവം എന്ന സങ്കല്പം പോലും ഗുരു അനുകമ്പയിൽ അധിഷ്ഠിതമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതിൽ ഹിംസയുടെ നേരിയ കണിക പോലും കാണാൻ പറ്റുന്നത് ഗുരുവിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ ദൈവം അനുകമ്പയുള്ള ഒരാളാണെങ്കിലാണ് നമ്മളെയൊക്കെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവം തന്നെ മറ്റുള്ളവരെ കൊല്ലാൻ ഇരിക്കുന്നതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജീവകാരുണ്യ പഞ്ചകവും അനുകമ്പാദശവും ഒക്കെ നോക്കുമ്പോഴും ആത്യന്തികമായി ഗുരു യുദ്ധത്തിന് എതിരാണ്. അതുകൊണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെ ബാക്കി എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു കഥയുമില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ഗുരു ഭഗവത്ഗീതയിലെ യുദ്ധസങ്കല്പത്തിന് ഗുരു എതിരായിരുന്നു. നമുക്ക് നോക്കിയാൽ അറിയാം ആ യുദ്ധമൊക്കെ അവസാനം എന്തായി. അതിൽ ആരെങ്കിലും ജയിച്ചോ? മഹാഭാരത യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? പൊതുവെ പറയുന്നുണ്ട് പാണ്ഡവരൊക്കെ ജയിച്ചെന്ന്. പക്ഷെ പാണ്ഡവർ എവിടെയാണ് ജയിച്ചത്? പാണ്ഡവർ ഈ യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് തേരിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന നിരായുധനായ ഒരു യോദ്ധാവിനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. മണ്ണിൽ പൂണ്ടുപോയ രഥചക്രം ഉയർത്താൻ സമയം തരണമെന്ന് കർണൻ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കൃഷ്ണൻ അപ്പുറത്തിരുന്ന് പറയണത്, അർജുനൻ പറഞ്ഞു ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൃഷ്ണൻ അപ്പുറത്തിരുന്ന് പറഞ്ഞു ഇതാണ് തക്കം, ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടാൻ പോലെ നമ്മൾ സുവർണാവസരം എന്നൊക്കെ ഇപ്പോൾ പറയാറുണ്ട്. ഇതൊരു സുവർണാവസരമാണ്. ആ സുവർണാവസരം ഉപയോഗിച്ച് ഈ കർണനെ കൊല്ലാനാണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഈ കർണനെ അർജുനൻ കൊന്നു. അതിനുശേഷം യുദ്ധം ഒക്കെ കഴിഞ്ഞ് കർണൻ കൊല്ലപ്പെട്ട ശേഷം അർജുനൻ തിരിച്ചറിയുന്നുണ്ട് ഇതെൻ്റെ സഹോദരനായിരുന്നു. ഇത് യുധിഷ്ഠിരനാണ് ഏറ്റവും ആദ്യത്തെ പാണ്ഡവനെന്നാണ് പറയുന്നത്. പക്ഷെ യുധിഷ്ഠിരനും മുൻപുണ്ടായ ആളാണ് കർണൻ. അപ്പോൾ പറയുന്നുണ്ട് ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ യുധിഷ്ഠിരൻ തന്നെ പറയുന്നത് ഞങ്ങളെല്ലാവരും കർണനെ രാജാവായി വാഴിക്കുമായിരുന്നല്ലോ, ഒരു വാക്ക് ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ വലിയ വേദാന്തമൊക്കെ പറയുന്നുണ്ട്. അവിടെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഗുരുവിൻ്റെ മുന്നിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, അതാണ് അത് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നമ്മൾ ഗുരു പറഞ്ഞ ഈ സിദ്ധാന്തത്തെയാണോ പിന്തുടരുന്നത്, അതോ ഭഗവത്ഗീതയിലൊക്കെ കൃഷ്ണൻ പറയുന്ന ഇത്തരം സിദ്ധാന്തത്തെയാണോ പിന്തുടരുന്നത്? അതൊരു ചോദ്യമാണ്. നമ്മൾ ഗുരുവിനെയാണ് പിന്തുടരുന്നതെങ്കിൽ നമുക്ക് ഒരു യുദ്ധത്തെയും ന്യായീകരിക്കാൻ സാധിക്കില്ല. അവിടെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോൾ ദുഃഖം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ആത്മസഹോദരർ. നമുക്കിപ്പോൾ ആ പശ്ചാത്താപം തോന്നുന്നുണ്ടോ? നമ്മുടെ സഹോദരനെ നമ്മൾ കൊന്നു, നമ്മളതിനെ തിന്നു. നമുക്കത് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുകമ്പയുണ്ട്, ഇല്ലെങ്കിൽ സംതിങ് റോങ്, എന്തോ കുഴപ്പമുണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്കിതൊക്കെ തോന്നേണ്ടതാണ്. ഒരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു പശ്ചാത്താപം തോന്നില്ലേ? നമ്മളൊരു സോറിയൊക്കെ പറയില്ലേ, അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ്, അല്ലെങ്കിൽ അന്നേരത്തെ ദേഷ്യത്തിൽ തല്ലിയതാണ്, വിട്ടേക്ക് എന്നൊക്കെ പറയാറില്ലേ? അപ്പം അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രൂപം ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ഈ അനുകമ്പയുണ്ട്, അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സോറി പറയുന്നതും. നമ്മൾ ഇംഗ്ലീഷിൽ ഗിൽറ്റി എന്നൊരു കാര്യം പറയും, ഗിൽറ്റി ഓർ നോൺ ഗിൽറ്റി എന്നൊക്കെ തോന്നുന്നുണ്ട്. ഗിൽറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതിന് ഒരു പശ്ചാത്താപം തോന്നിയെന്നാണ്. അതൊരു പഴയ വിക്ടോറിയൻ യുഗത്തിലൊക്കെ വന്ന വാക്കാണ്, ഇന്നും അത് തുടരുന്നുണ്ട്. അത് ചോദ്യമാണ്, യുദ്ധത്തെ നമ്മൾ ന്യായീകരിക്കുന്നുണ്ടോ? യുദ്ധം വേണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ മഹാഭാരതത്തിൽ വന്നിട്ടുള്ളതാണ്, മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വത്തിൽപ്പെട്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ അതിലെ യുദ്ധത്തിനും ഗുരു എതിരാണ്, അതിൽ പറയുന്ന ജാതിക്കും ഗുരു എതിരാണ്. കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കാരണം ചോദ്യം ഇതാണ്, നിൻ്റെ ധർമ്മം, അതായത് നിൻ്റെ ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ക്ഷത്രിയനാണ് അർജുനൻ, ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കൃഷ്ണൻ പറയുന്നത്, നിൻ്റെ പരധർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എത്ര മോശമായാലും നിൻ്റെ സ്വധർമ്മം ചെയ്യുന്നത്. അപ്പോൾ നിൻ്റെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ സന്യാസമായി പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സന്യാസം ക്ഷത്രിയന് പറഞ്ഞിരിക്കുന്ന കർമ്മമല്ല, അത് ബ്രാഹ്മണൻ്റെ കർമ്മമാണ്. അപ്പോൾ അത് നീ ചെയ്യരുത്, ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യനെ, ഈ ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച് അവസാനം എല്ലാവരെയും കൊന്നൊടുക്കി. എന്നിട്ട് ഗാന്ധാരി ഒന്ന് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു മക്കളോ രണ്ട് മക്കളോ ഉണ്ടെങ്കിൽ ആ മക്കളെ രണ്ടുപേരെയും കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം എന്തോരം. അതിൽ ഒരു മകനെയോ മകളെയോ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും. അപ്പോൾ 100 മക്കളുള്ള ഒരു അമ്മ വരുമ്പോൾ കാണുന്ന കാഴ്ച, എല്ലാവരെയും കൊന്നൊടുക്കി ഇട്ടിരിക്കുകയാണ്, അതിൽ ഒരാൾ പോലും അവശേഷിക്കുന്നില്ല, മക്കളെ മുഴുവൻ കൊന്നൊടുക്കി. അപ്പോൾ ഗാന്ധാരി പിന്നീട് കൃഷ്ണനെ ശപിക്കുന്നുണ്ട്. ആ ശാപമാണ് പിന്നീട് യദുകുലം മുഴുവൻ തമ്മി തല്ലി നശിച്ചു പോയതും, പ്രളയം വന്ന് ആ രാജ്യം തന്നെ പ്രളയത്തിൽ ഇല്ലാതായി പോയതും എന്നൊക്കെ പറയും. പിന്നെ ഇതിനു മുൻപ് ദൈവങ്ങളുടെയൊക്കെ കഥയാണ് പറയുന്നത്. ഈ ബാലിയുടെ ഒരു കഥയുണ്ടല്ലോ, ബാലിയെ രാമൻ ഉളിയമ്പ് ചെയ്തിട്ടാണ് കൊല്ലുന്നത് സുഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു കഥ പറയുന്നത്, ഈ ബാലിയെ കൊന്നതിൻ്റെ ഒരു അമ്പുണ്ടല്ലോ, അതുമായി പിന്നീടുള്ള ജന്മത്തിൽ വേടനായി ഈ ബാലി വന്ന് കൃഷ്ണനെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണന് ഒരു വരം കിട്ടിയിരുന്നു, പായസം എടുത്ത് ശരീരത്തിൽ ഇങ്ങനെ ഒഴിക്കാൻ പറഞ്ഞു. ഈ പായസം വീണെടുത്തൊന്നും ഒരു അമ്പേറ്റാലും മരിക്കില്ല. പക്ഷേ എല്ലായിടത്തും ഒരു ലൂപ്പുകൾ കാണുമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് കാണും. എത്ര വലിയ വരമാണെങ്കിലും മരിക്കാതിരിക്കുക എന്നുള്ള വരം നേടാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു വരം കൊടുത്തു. നമ്മൾ ഈ നരസിംഹ അവതാരത്തിലൊക്കെ പറയില്ലേ, രാത്രിയിൽ കൊല്ലാൻ പാടില്ല, പകൽ കൊല്ലാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അതുപോലെ കൃഷ്ണന് നിൽക്കുന്നൊരു നിപ്പുണ്ടല്ലോ, കാലൊക്കെ ഒരു പ്രത്യേക രീതി വെച്ച്. അപ്പോൾ ഈ പായസം ഒഴിക്കുമ്പോൾ കാലിൻ്റെ ഈ അടിഭാഗത്ത് മാത്രം പായസം വീണിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ അമ്പ ചെയ്ത് കഴിഞ്ഞാൽ മരണം സംഭവിക്കും. കൃഷ്ണൻ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിപ്പ് നിന്നപ്പോൾ അകലെയെന്ന് കണ്ട വേടൻ ഇതൊരു പക്ഷിയാണെന്നാണ് ധരിച്ചത്. അപ്പോൾ ഒരു അമ്പ് അയക്കുകയും ആ അമ്പേറ്റ് കൃഷ്ണൻ മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വലിയ ദൈവമാണെങ്കിലും എത്ര മഹാനാണെങ്കിലും അയാൾ കൊന്നയാളാണോ, കൊല്ലാൻ കൂട്ടുനിന്ന ആളാണോ, കൊല്ലാൻ പ്രേരിപ്പിച്ച ആളാണോ? അപ്പോൾ അയാൾ ഇന്നത്തെ സങ്കല്പത്തിൽ എത്രത്തോളം
ദൈവം എന്ന വാക്കിനോട് യോജിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കൃഷ്ണനെ മാത്രമൊന്നുമല്ല, എല്ലാ മതങ്ങളും എടുത്തോളൂ. ആത്യന്തികമായിട്ട് ഈ കൊലപാതകങ്ങളൊക്കെ അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഹിംസ തന്നെ ഉണ്ടാകുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. കാരണം ആത്മാ സഹോദരനാണെന്ന് കരുതി കഴിഞ്ഞാൽ കൊല്ലൂ, നമ്മൾ ഉപദ്രവിക്കുമോ? ഇല്ല. കാരണം നമ്മൾ അവരെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ചോര പൊടിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയമാണ് ശരിക്കും വേദനിക്കേണ്ടത്. പക്ഷെ നമുക്ക് ആ വേദന ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുകമ്പ ഇല്ല എന്നാണ് അർത്ഥം. അറിവില്ലായ്മ മൂലമാണ്. അപ്പോൾ ഈ അറിവിനെ നൽകുകയാണ് ജീവകാരുണ്യ പഞ്ചകത്തിലൂടെയും അനുകമ്പാദശകത്തിലൂടെയും ഗുരു ചെയ്യുന്നത്. തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. ഒരു കൃപയുമില്ലാതെ നമുക്ക് കഴിക്കാനും പറ്റുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ജീവിയെ കൊല്ലുന്നു, അത് തന്നെ മഹാപാതകമാണ്. ഒന്നിനെയും കൊല്ലാൻ പാടില്ല. നമ്മൾ കൊന്നിട്ടും നമ്മൾ കലിപ്പ് തീരുന്നില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മളെ ഹിംസയുടെ ഒരു തലം എത്രത്തോളമാണെന്നാണ് അതിൽ വ്യക്തമാകുന്നത്. ഒരു ജീവിയെ നമ്മൾ കൊന്നതും പോരാണ്ട് അതിനെ എണ്ണയിലിട്ട് പൊരിക്കുന്നു, വറക്കുന്നു, മസാല ഇടുന്നു. എന്തൊക്കെ അതിക്രമമാണ് മൃതശരീരത്തോട് പോലും കാണിക്കുന്നത്. നമ്മൾ പൊതുവേ മനുഷ്യൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നത് ഡെഡ് ബോഡിയോട് നമ്മൾ ഒരു ആദരവ് കാണിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. പോലീസുകാരൊക്കെ തൊപ്പിയൊക്കെ പോരുന്നതൊക്കെ ആ മൃതദേഹത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്, ഒരു ആദരവുണ്ട്. പക്ഷെ നമ്മൾ ഈ ജീവികളോട് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ഡെഡ് ബോഡി ആണെന്നുള്ളൊരു കാര്യം മറന്നു പോകുന്നുണ്ട്. ഒരിക്കൽ ഗുരു ഒരാളോട് ചോദിക്കുന്നു, മൂലൂർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, ഈ മരിച്ച വീടുകളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശുദ്ധികർമ്മങ്ങൾ ആചരിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഗുരു ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ പറയുന്നു വേണം. മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്ര മുങ്ങി കുളിക്കണം. അത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഇത്ര 10 മുങ്ങി കുളിക്കണമെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഓ അപ്പോൾ മൃതശരീരം കണ്ടാലോ? മൃതശരീരം കണ്ടാൽ ഇത്ര മുങ്ങി കുളിക്കണം. വീണ്ടും ഒരു കണക്ക് പറയുന്നു. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുന്നു, അപ്പോൾ തിന്നാലോ? ശവം ഉള്ള വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്ര കുളിക്കണം, ശവം കണ്ടു കഴിഞ്ഞാൽ ഇത്ര കുളിക്കണം, അങ്ങനെയല്ലേ പറയുന്നത്. നമ്മളും നാട്ടിൻപുറത്തൊക്കെ മരണ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് കയറണം എന്നൊക്കെയല്ലേ പറഞ്ഞേ. പക്ഷെ ഗുരു ഏറ്റവും കാതലായൊരു ചോദ്യമാണ് ചോദിക്കണേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ശവം തിന്നാലോ? നമ്മളുടെ ശരീരത്തെ നമ്മളൊരു ശവപ്പുറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലാണ് ഇതിനൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത്. ശവം തിന്നാലോ? എത്ര മുങ്ങി കുളിക്കണം? അപ്പോൾ നമ്മുടെ ഈ കുളിയുടെ ലോജിക്കില്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ വയറിനെ നമ്മൾ ഒരു ശവപ്പുറമ്പാക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ചിലയിടത്ത് പോകുമ്പോൾ ഭയങ്കര നിയമങ്ങളാണ്. അവിടെ പോയി കുളിക്കണം, കണ്ടു കഴിഞ്ഞാൽ കുളിക്കണം, തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണം. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഒന്നും ഓർക്കുന്നില്ല അവിടെ. അപ്പം നമുക്ക് ചില ഓർമ്മക്കുറവ് വരുന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ ആ ഓർമ്മക്കുറവിനുള്ള ഒരു മരുന്നായിട്ടാണ് ഗുരു പറയുന്നത്, ഇതോർക്കുകിൽ നാം. ഇതൊക്കെ കുറേ ചോദ്യങ്ങളാണ്. ഈ ശ്ലോകം കൂടുതൽ ഇതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പം കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ഓർക്കുക. എല്ലാവരും ആത്മസഹോദരരാണോ? അല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല എന്നാണെങ്കിൽ എന്തുകൊണ്ടല്ല, അതിനുള്ള ഉത്തരവും നമ്മൾ പറയണം. ആത്മസഹോദരാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഗുരു പറഞ്ഞതാണ് ശരി എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യമാണ്, പിന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജീവികളെ കൊല്ലാൻ സാധിക്കുന്നത്? അപ്പോൾ പറയുന്നു, ഞാൻ കൊല്ലുന്നില്ല, തിന്നുന്നതേ ഉള്ളൂ. അപ്പം തന്നെ അടുത്ത ചോദ്യം വരുന്നു, തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. ഒരു കൃപയും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിന്നാനും സാധിക്കുന്നത്? ഇപ്പോൾ പെട്ടുമല്ലേ? കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാലും തിന്നുന്ന കാര്യത്തിൽ പെട്ടു കഴിഞ്ഞു. പക്ഷേ അതിലും പ്രശ്നമാണ്. ഇനി അടുത്ത ശ്ലോകങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ തിന്നുക എന്ന് പറയുന്നത് അതിലും കുഴപ്പം പിടിച്ച കാര്യമാണ്.
അപ്പം അത്തരം കുറേ ചോദ്യങ്ങൾ ചോദിച്ച് കിളി പറത്തുക എന്ന് പറയില്ലേ, അതുപോലെ നമ്മളുടെ എല്ലാ വിശ്വാസത്തെയും ഉലയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഗുരു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജീവികളെയൊന്നും തിന്നുമ്പോൾ ഓർക്കുന്നില്ല, അത് സഹോദരങ്ങളാണ്, ഇതിന് നോവും വേദനയുണ്ട്, നമ്മളെപ്പോലെ തന്നെ ചോരയുള്ളതാണ്, ബന്ധുക്കളുണ്ട്. ഒരു ജീവിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നഷ്ടമാണ് അതിൻ്റെ ജീവിതം. നമുക്കിപ്പോൾ എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ മരിക്കുമോ? ഇല്ലല്ലോ. നമ്മൾക്ക് ഏറ്റവും വലുത് നമ്മളുടെ ഈ ജീവനാണ്. അതിനാണ് നമ്മൾ ചെറിയ ജലദോഷം വരുമ്പോഴും ആശുപത്രിയിൽ പോകുന്നതും മരുന്ന് കഴിക്കുന്നതും നമ്മൾ കോവിഡ് വന്നപ്പോൾ വാക്സിൻ എടുത്തതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കുണ്ട് ഒരു വണ്ടി ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ആ ജീവൻ എല്ലാ ജീവികൾക്കും വിലപ്പെട്ടതാണ്. ഏറ്റവും വിലയേറിയ ഒന്ന് ജീവനാണ്. അപ്പോൾ എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയത്. അവിടെ ഈ എല്ലാവരും ആത്മസഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയും. ഇവിടെ ഒരു ജീവി എന്ന് പറയുമ്പോൾ പശു മാത്രമല്ല, അതിലെല്ലാ ജീവിയും വേണം. ഒരു യുക്തിയുടെ കുഴപ്പത്തെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പശുവിനെ കൊല്ലാൻ പാടില്ല, ബാക്കി ജീവികളെയൊക്കെ കൊല്ലുന്നതിന് പ്രശ്നമില്ല. ഇനി പശുവിനെ കൊന്നു എന്നുള്ള പേരിൽ മനുഷ്യനെ കൊല്ലുന്നു. അതെന്ത് യുക്തിയാണ്? പശുവിനെ കൊല്ലാൻ പാടില്ല, മനുഷ്യനെ കൊല്ലാൻ പാടില്ല, ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല. ഇത് നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നു അത്രത്തോളം നമ്മൾ ഗുരുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, ഗുരുധർമ്മത്തിൻ്റെ പ്രചാരകരാണ്, യഥാർത്ഥ ഗുരുഭക്തരാണ്. നമ്മളൊരു സ്കെയിൽ വെച്ചളന്നാൽ നമ്മൾ എത്രത്തോളം ഗുരുഭക്തരാണെന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ജീവികളെ കൊല്ലാത്തവരാണ്. ഇനിയിപ്പോൾ നമ്മൾ തിന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മൊത്തം ഉപദ്രവമാണെങ്കിൽ അതിലും വലിയ കഥയില്ല. രണ്ടും വേണം, കൊല്ലുകയും ചെയ്യരുത്, തിന്നുകയും ചെയ്യരുത്. അപ്പം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന എന്തെല്ലാം ഹിംസയുണ്ടോ അതെല്ലാം ഒഴിവാക്കും. നമുക്കിപ്പോൾ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും, പക്ഷെ കൊല്ലരുത്. അവിടെയാണ് മനുഷ്യൻ്റെ മഹത്വം വരുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഉള്ളിലുണ്ടല്ലോ, ഇത് അടുത്ത ആഴ്ച വരെ ഒന്ന് ആലോചിക്കുകയാണ്. ആത്മസഹോദരനാണോ? കൊല്ലുന്ന ജീവികൾക്ക് എൻ്റെ മക്കളെ ഇതുപോലെ കൊന്നാൽ എനിക്ക് സങ്കടം വരുമോ? എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഇതുപോലെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതുപോലെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചത്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇത്തരം കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. കൊന്നതും പോരാഞ്ഞിട്ട് കൊന്നതിനെ കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പാചകം. അതും കഴിഞ്ഞ് തിന്നുന്നു നമ്മൾ ചവച്ചരച്ച് കഴിച്ച്. ഇനി അതിനകത്തും ദഹനപ്രക്രിയ, ഒരു വലിയ ഫാക്ടറി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ജീവിയുടെ അവസ്ഥ എന്താ. നമ്മളെ തന്നെ നോക്കുക, നമ്മളെ കൊന്നു കഴിഞ്ഞിട്ട് അത് പാചകം ചെയ്യുന്ന എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ച് വറുത്ത് ശരിയാക്കി പിന്നെ വായിലിട്ട് പല്ല് വെച്ച് കടിച്ച് ചതച്ചരച്ച് അതും ഒരു പരുവാക്കി പിന്നെ വയറ്റിലേക്ക് പോയി. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു മരണം? അങ്ങനത്തെ ഒരു മരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ മൃതദേഹങ്ങളോട് ആദരവ് കാണിക്കണമെന്നൊക്കെ നമ്മളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇതൊരു കണ്ണാടിയാണ്, എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. ഇവിടെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ചിക്കനും അല്ലെങ്കിൽ മീനൊക്കെ ഇന്ന് മുതൽ തീറ്റ നിർത്തണം എന്നൊക്കെ. കുറച്ച് ചോദ്യം ഗുരു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇത് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാനിത് പാലിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് ചോദ്യം വരും, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുക, എന്നിട്ട് വേണം മറ്റുള്ളവരോട് ഇതൊക്കെ ഉപദേശിക്കാൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ. ഇനി അടുത്ത ഓരോ ശ്ലോകത്തിലും ഇതേപോലെ ചോദ്യങ്ങളാണ്. നമ്മളെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളുടെ
സങ്കല്പങ്ങളെ മുഴുവൻ ഉലച്ച് കളയും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കഴിക്കണോ വേണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒരു ചോദ്യമാണ് പറഞ്ഞത്, ശവം തിന്നാലോ, ശവം തിന്നാൽ എന്ത് ശുദ്ധീകരണം ആചരിക്കണം? ശവം തിന്നിട്ട് പിന്നെ പുറത്ത് കുറച്ച് വെള്ളം തളിച്ചിട്ട് കാര്യമില്ലല്ലോ, ഉള്ളിൽ കിടക്കുന്ന ശവമാണ്. ഇതുകൊണ്ട് നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ ഒരു ദിവസമെങ്കിലും മത്സ്യമാംസമൊക്കെ കഴിക്കാതിരിക്കുന്ന വെച്ചാൽ ശവപ്പറമ്പും കൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് തന്നെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറൊന്നും അർത്ഥത്തിലല്ല, ഇതിൽ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അത്തരം രാഷ്ട്രീയത്തിന് എതിരുമാണ്. കാരണം ഒരു ജീവിയെയും കൊല്ലരുതെന്നുള്ള രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീവിയെ കൊല്ലരുത്, അല്ലെങ്കിൽ ആ ജീവിയെ കൊല്ലുന്നവരെയൊക്കെ തല്ലിക്കൊല്ലണം, അങ്ങനെയൊന്നും പറയുന്നില്ല. ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു ജീവിയെയും കൊല്ലരുത്. അതിൽ ഒരു രാഷ്ട്രീയവുമില്ല. അത് അനുകമ്പയാണ് ഗുരുവിൻ്റെ മതം. അതിനോട് നമ്മൾ ചേർന്ന് നോക്കുന്നു. അപ്പോൾ ജീവകാരുണ്യ പഞ്ചകത്തിൻ്റെ ആ ഒരു ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് അർത്ഥവും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുറ്റബോധമൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യരാണെങ്കിൽ വരേണ്ടതാണ്. എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കേതും. അപ്പം നമുക്ക് നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.